10th കഴിഞ്ഞു, +2 കഴിഞ്ഞു. അതിനുശേഷം എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ജോബ് ചെയ്യാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമ ചെയ്യുകയാണ് നല്ലത്. അതായത് ഡിപ്ലോമ ചെയ്യുന്നതിൽ കൂടി ബിടെക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് മാത്സ് കണക്ക് കൂടുതലായതുകൊണ്ട് തന്നെ സബ്ജക്റ്റുകൾ റിലേറ്റഡ് ടു അനലിറ്റിക്കൽ ടോപ്പിക്സ് കൂടുതലായതുകൊണ്ട് തന്നെ എളുപ്പം എന്നുള്ളത് ഒബ്വിയസ്ലി ഡിപ്ലോമ ചെയ്യുകയാണ്. കാരണം ഇവിടെ മാത്തമാറ്റിക്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ പല കൂട്ടുകാരും ഇങ്ങനെ +2 കഴിഞ്ഞ് ഡിപ്ലോമ റൂട്ടിൽ കൂടി എഞ്ചിനീയറിംഗിലേക്ക് പോകാറുമുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഡിപ്ലോമ ചെയ്യുമ്പോൾ ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ബാച്ചിലേഴ്സ് കോഴ്സ് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞ് നിങ്ങൾ ജോബിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഗുലർ ബിടെക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഡിഗ്രി വേറെ ഏതെങ്കിലും വിഷയത്തിൽ ചെയ്യുന്നത് BBA പോലുള്ള ബിസിനസ് റിലേറ്റഡ്, കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്റ്റുകളിലാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കൊണ്ട് ആ എഞ്ചിനീയറിംഗ് മേഖലയിൽ കൂടുതൽ മുന്നോട്ട് പോകാനും പറ്റില്ല. സോ എന്താണ് ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി ആൻസർ ഇസ് വെരി വെരി സിമ്പിൾ. +2 ശേഷം ഡിപ്ലോമ ചെയ്യാതിരിക്കുക, ബിടെക് ചെയ്യുക, ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BE ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതല്ല, നിങ്ങൾ 10th കഴിഞ്ഞ ഒരാളാണ്, SSLC കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഡിഗ്രി ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ബിടെക്കിലേക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് പാസ്സായി ക്വാളിഫൈ ചെയ്ത് സെക്കൻഡ് ഇയർ BE ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടി അതിനുശേഷം 3 വർഷത്തെ ബിടെക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 1 വർഷം നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ 3 വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗും 3 വർഷത്തെ ബിടെക് BE കോഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 6 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഗ്രാജുവേഷനോട് കൂടി പാസ്സാകുന്നു എന്നുള്ളതാണ് സത്യം. അതല്ല, നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. സോ +1 +2 2 വർഷം, ബിടെക്കിൻ്റെ 4 വർഷം, അങ്ങനെ 6 വർഷം കൊണ്ട് അവിടെയും നിങ്ങൾ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്ലാൻ എയും പ്ലാൻ ബിയും തമ്മിൽ വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും +2 കഴിഞ്ഞ് ബിടെക് ചെയ്യുന്ന കൂട്ടുകാരുടെ പ്രത്യേകത എന്നുള്ളത് ദേ വിൽ ബി വെരി സ്ട്രോങ് ഇൻ മാത്തമാറ്റിക്സ്. കണക്കിൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബിടെക് എന്നുള്ള ആ ഒരു കോഴ്സ് എളുപ്പമായിരിക്കും. ഈ രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികളുടെ പ്രത്യേകത, അവർ കുറെ കൂടി തിയോററ്റിക്കൽ നോളജ് ഉള്ള ആൾക്കാരായിരിക്കും. പിന്നീട് MTech, PhD കോഴ്സുകളൊക്കെ ചെയ്യാൻ കൂടുതൽ എളുപ്പം എന്നുള്ളത് +2 പഠിച്ച് ബിടെക് ചെയ്യുന്ന കൂട്ടുകാർക്കാണ്. നേരെ മറിച്ച് ഡിപ്ലോമ ചെയ്ത് ബിടെക്കിലേക്ക് അടക്കുന്ന കൂട്ടുകാരുടെ പ്രത്യേകത എന്നുള്ളത് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, വർക്ക് എക്സ്പോഷർ ഉണ്ട്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലെ കോർ എഞ്ചിനീയറിംഗ് ജോലിയിലേക്ക് അവർക്ക് എളുപ്പത്തിൽ ചെന്നെത്താനും പറ്റും. അതോടൊപ്പം ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 1, 2, 3 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബിടെക് കഴിഞ്ഞ ഉടനെ അവർക്ക് ജോലി ലഭിക്കുന്നു ഇൻ ദ കോർ എഞ്ചിനീയറിംഗ് ഫീൽഡ്. ആ ഒരു പ്രത്യേകതയും ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക് ചെയ്യുന്ന കൂട്ടുകാർക്ക് ലഭിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. സോ എന്താണ് ചെയ്യേണ്ടത് ആഫ്റ്റർ 10th? ഒബ്വിയസ്ലി ഏത് റൂട്ടിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആൻസർ എന്നുള്ളത്. അതല്ലാതെ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്ത് ഇനി എനിക്കൊരു ഡിഗ്രി കൂടി വേണം, എന്ത് ചെയ്യണം, അതിനുവേണ്ടി BBA BCom പോലുള്ള BA പോലുള്ള കോഴ്സുകൾ ഡിസ്റ്റൻസ് വഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ഒരു തുടർച്ച ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക. അതല്ലാതെ ബ്ലൈൻഡായി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പൊതുവെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല ഏജൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ മുൻപിൽ 2 ഓപ്ഷൻ തരും. എളുപ്പത്തിൽ എഞ്ചിനീയറിംഗ് വേണോ, പെട്ടെന്ന് മാത്തമാറ്റിക്സ് ഒന്നുമില്ലാതെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന കോഴ്സാണ് ഡിപ്ലോമ, അതുകൊണ്ട് തന്നെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ചെയ്തോളൂ എന്ന് പറയും. ബയോളജി മേഖലയിൽ +2 ചെയ്യാത്ത കൂട്ടുകാർക്ക് ഇങ്ങനെ ഡിപ്ലോമ വഴി എഞ്ചിനീയറിംഗ് കടക്കാനുള്ള ഒരു റൂട്ടും തരപ്പെടുത്തി കൊടുക്കാറുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സ് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഡിപ്ലോമ ആ വഴിയിൽ എഞ്ചിനീയറിംഗിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതല്ല, നിങ്ങൾ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്തത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ബിടെക് തന്നെയാണ് നല്ലത്. കാരണം ലോങ് ടേമിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആവശ്യമായിട്ടുണ്ട്.
എഞ്ചിനീയറിംഗ് മേഖലയിൽ മുന്നോട്ട് പോകാൻ ബി.ടെക് കോഴ്സുകൾ എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു എതിരഭിപ്രായവുമില്ല. സോ ആ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. സോ ടു സമ്മറൈസ് പറയാനുള്ളത്, 10th കഴിഞ്ഞ് എഞ്ചിനീയറിംഗിലേക്ക് കടക്കണമെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ കോഴ്സ് ചെയ്യാം. +2 കഴിഞ്ഞാണ് എഞ്ചിനീയറിംഗിലേക്ക് കടക്കുന്നതെങ്കിൽ അത് ബി.ടെക് വഴി കടക്കാം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.